സാർ ഇതാണ് ഈ വില്ലേജ് ഓഫീസറിന്റെ വീട്. അല്ല വില്ലേജ് ഓഫീസർ വീട് തന്നെ വീട് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം. അയ്യോ അങ്ങനെയല്ല സാറേ, 2 മാസമായിട്ട് ഞാൻ സാറിനെ അന്വേഷിച്ച് വില്ലേജ് ഓഫീസിൽ പോവുകയാണ്. സാർ അവിടെ ലീവാണ്. എന്ത് കാര്യം? കാര്യം വില്ലേജ് ഓഫീസറിന്റെ കൂടെ പറയൂ. ഞാനാണ് വില്ലേജ് ഓഫീസർ. അയ്യോ കണ്ടാ തോന്നൂല കേട്ടോ, കണ്ടാ ബാലക്കാരനെ പോലെ ഇരിക്കും. ഒരുപാട് പേര് പറഞ്ഞു കാര്യം പറ. സാറേ എനിക്ക് ഈ കുഞ്ഞിന് വേണ്ടിട്ട് സ്കൂളിൽ സ്റ്റൈപൻഡ് കിട്ടാൻ വേണ്ടിട്ട് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പൊ നമ്മള് SC ആണ്. ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. സാറിന് 2 മാസമായിട്ട് അന്വേഷിച്ചിറങ്ങി. നാളെ അവസാനത്തെ ഡേറ്റ്. ഇല്ല ഞാനിപ്പോ 1 മാസം കൊണ്ട് ലീവിലാണ്, ടൂറും കാര്യങ്ങളായിട്ടൊക്കെ. ഓ അത് മനസ്സിലായി. സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെയാണല്ലോ. അതാ അപ്പോഴും സർട്ടിഫിക്കറ്റ് ആണല്ലേ? അതെ. പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ഓ എല്ലാ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ട്. നിങ്ങളുടെ അച്ഛന്റെ സർട്ടിഫിക്കറ്റ്? അച്ഛന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. അച്ഛന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടല്ലേ? അച്ഛന്റെ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം കേട്ടോ. പിന്നെ അച്ഛന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അപ്പൊ ഇത്രയും കിട്ടിയാലേ നിങ്ങൾ, അതായത് പൂർവ്വകാലം തൊട്ട് നിങ്ങൾ ഈ കാസ്റ്റിൽപ്പെട്ട ആണെന്നുള്ള തെളിവാണ്. ഓ സങ്കരമാവാൻ പാടില്ല. പാടില്ല. അപ്പൊ അത് സർക്കാർ നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്യും, ഇതെല്ലാം സർട്ടിഫിക്കറ്റ് കൊണ്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വരും. ഓ സാറിന്റെ ഒരു കാര്യം ചോദിക്കുന്നതിൽ വിഷമം വിചാരിക്കും. എന്താണ് സാറിന്റെ കാസ്റ്റ് എന്താണോ? എന്റെ ഓഫീസ്. ദേഷ്യപ്പെട്ടു. അപ്പൊ അത് സർട്ടിഫിക്കറ്റ് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഉണ്ട്? പിന്നെ ഉണ്ട്. അച്ഛന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, മോന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അച്ഛന്റെ സർട്ടിഫിക്കറ്റ്. അത് ഒപ്പിക്കണം. സമയമെടുക്കും. ഈ 2 മാസം കൊണ്ട് ഞാൻ അവിടെ കയറി ഇറങ്ങി നിങ്ങളെ വീട് അന്വേഷിച്ച് ഇവിടെ വന്നപ്പോ ഇനി അച്ഛന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇത് സർക്കാർ കാര്യങ്ങളല്ലേ? സർക്കാർ കാര്യം. എന്റെ കുഞ്ഞിന് സ്റ്റൈപൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പാട് സഹിച്ചത്. മനസ്സിലായേ? ഈ മാവൻ പറയണ കേട്ടോ, ഈ മാവൻ എന്തെന്ന് വിളിക്കണം? കുഞ്ഞിന് തന്നെ മനസ്സിലായി, മാക്രി മാവൻ. നിങ്ങളൊക്കെ വേറെ വല്ല തൊഴിലിനും പൊയ്ക്കൂടെ, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. എന്തോന്ന് മനുഷ്യൻ നിങ്ങൾ തന്നില്ലെങ്കിൽ എനിക്ക് എടുക്കാറിയാം. അല്ല എനിക്കറിയാം, വാങ്ങിക്കറിയാം. ശരി ഓക്കെ.